രാമായണം കേവലം ഒരു ഐതിഹ്യമല്ല, വാത്മീകി കുറിച്ചുവെച്ച ചരിത്രരേഖയാണെന്നും സീതാവഹനത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ ദീർഘകാലം തങ്ങിയത് നമ്മുടെ കേരളത്തിലാണെന്നും അവകാശപ്പെടുകയാണ് ചരിത്ര ഗവേഷകനായ പ്രവീൺ ശങ്കരമംഗലം. വാത്മീകി രാമായണത്തിലെ ഭൂപ്രകൃതിയും സ്ഥലനാമങ്ങളും കേരളവുമായി എങ്ങനെ ഒത്തുപോകുന്നുവെന്ന് തെളിവുകൾ നിരത്തി വ്യക്തമാക്കുകയാണ് അദ്ദേഹം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വിവിധ മന്ത്രാലയങ്ങൾക്കും സമർപ്പിച്ചു. രാമായണ സർക്യൂട്ടിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദശരഥരാമൻ വരും, കൗസല്യാരാമൻ വരും, ഈശപരിപീഠത്തിങ്കൽ രാമൻ വരും. രാമായണ കഥയിലെ സുപ്രധാന ഏടുകൾ നടന്നത് കേരളത്തിലാണെന്ന കണ്ടെത്തലിലേക്ക് പ്രവീൺ ശങ്കരമംഗലം എത്തുന്നത് ഇങ്ങനെയാണ്. വാൽമീകി രാമായണം ഇത്ര വിസ്തൃതമായി പറഞ്ഞിരിക്കുന്ന ഈ ഭൂമി, ഈ പച്ചപ്പ്, ഈ പ്രകൃതി, ഈ പശ്ചിമോട്ട് പ്രത്യേകം നമ്മുടെ ഈ തടമാണ്. രാമായണത്തിൽ പരാമർശിക്കുന്ന പമ്പാ സരസ് നമ്മുടെ പമ്പാ നദി തന്നെയോ എന്ന സംശയത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. ഒരു കവി ഒരു തടത്തെ, ഒരു തീരത്തെ, നദീതീരത്തെ വർണ്ണിച്ചിരിക്കുന്നത് പമ്പയെ പറ്റിയാണ് ലോകത്ത്. അത് വാൽമീകി രാമായണമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും ആധുനിക, ഇന്നത്തെയും എന്നത്തെയും ഏറ്റവും വലിയ പാരസ്ഥിതിക ദൃശ്യകാവ്യം കൂടിയാണ് വാൽമീകി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ പമ്പയെയും പമ്പ തടത്തിനെയും പറ്റിയാണ്. രാമായണത്തെ ഒരു പുരാണം എന്നതിലുപരി ചരിത്രരേഖയായി കാണണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ജടായുവിന്റെ ദഹനത്തിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ വളരെ വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഏകദേശം 1600-1700 കിലോമീറ്റർ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടെ നടന്നിട്ടുണ്ട്. ഒരു 50-55 ദിവസം എടുത്തിട്ട് ഏകദേശം ഒരു ദിവസം 30 കിലോമീറ്റർ നമ്മുടെ രാമായണം കാണുമ്പോൾ നമുക്ക് ഗണിച്ചെടുക്കാൻ കഴിയും. വാൽമീകി വിശേഷിപ്പിച്ച അതേ പച്ചപ്പ് ഇന്നും നമ്മുടെ നാടിന്റെ അടയാളമായി നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള ശക്തമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും ഈ വസ്തുത അംഗീകരിക്കാൻ നമ്മൾ മടിക്കുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഭഗവാൻ ഹനുമാൻ സ്വാമിയാണ് ആദ്യമായി നദിയിൽ നിന്ന് അതിനെ വിളിക്കുന്നത് പോലും പമ്പാ തടത്തിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഹസ്തദാനം ചെയ്യുന്ന രീതി കണ്ട് അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലെ വ്യാഖ്യാത പറഞ്ഞത് കേരളീയമാണ്. ചെറിയാനവട്ടത്തെ പറഞ്ഞിട്ടുണ്ട്, വലിയാനവട്ടത്തെ ശിശുനാഗങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് കൃത്യമായി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പമ്പയുടെ തീരത്തെത്തും. പമ്പയുടെ പടിഞ്ഞാറക്കലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വരുന്നത്. നമുക്കൊരു കബന്ധൻ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു 1.5 ദിവസം പുറകിലുള്ള വഴി തൊട്ട് നമുക്ക് കുറച്ചുകൂടി കൃത്യമാണ്. രാവണൻ അങ്ങോട്ട് പോകുന്ന വഴി ഇതിലും പറയുന്നുണ്ട്. അതിലാണ് കുരുമുളക് വരുന്നത്, ജാതി വരുന്നത്, നാളീകരത്താൽ ഉപശോഭിതമായ നാടെന്ന് പറയുന്നത്. ഈ നാടിനെ രാവണൻ കടന്നു പോകുന്നതിനെ വാൽമീകി പറയുന്നത് നാളീകരത്താൽ ഉപശോഭിത നാടേതാ. ഹംപിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന നിലവിലെ രാമസർക്യൂട്ട് പശ്ചിമഘട്ടത്തിലെ കേരളത്തിന്റെ ഭാഗങ്ങളിലൂടെ പുനഃക്രമീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ പഠനങ്ങൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്കും സാംസ്കാരിക മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ഉൾപ്പെടെ അദ്ദേഹം നിവേദനം നൽകിയിട്ടുണ്ട്. ഈ കലണ്ടറിന് വ്യത്യാസമുണ്ട്. ഇത് ഞാൻ മുൻകൂട്ടി പറയാം. അന്നത്തെ കലണ്ടർ ഒരു 72 വർഷം കഴിയുമ്പോൾ ഒരു ദിനത്തിന്റെ അന്തരം ഉണ്ടാകും. ഈ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ആഷാഢമല്ല അന്നത്തെ ആഷാഢം, അല്ല ഇന്നത്തെ ശ്രാവണം, ഇന്നത്തെ കർക്കിടകമായി. തൽക്കാലം നമുക്കൊന്നും ഇതൊന്നിനും പറ്റിയ കാലമല്ല, മഴക്കാലം. ഇവിടുത്തെ മൺസൂണിന്റെ ഒരു വർണ്ണന തന്നെ, ഒരു അധ്യായം തന്നെ പ്രാവിഡ വർണ്ണനയാണ്. കൃത്യമായ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട സംഗീതം തന്നെയാണ്. ലോകത്തെ ഏറ്റവും പഴയ സൂര്യാരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല, യാതൊരു സംശയമില്ല. നാടിന്റെ ഐതിഹ്യങ്ങൾക്കും ചരിത്ര വഴികൾക്കും പുതിയൊരു വ്യാഖ്യാനം നൽകുന്ന ഈ പഠനം അധികൃതർ എങ്ങനെ കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.